ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ പറ്റിയാണ്. വാല്യൂ അഡീഷൻ നടത്തുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ കാറ്ററിംഗ് സർവീസുകാർ, അതുപോലെ തന്നെ ബോർമ നടത്തുന്ന ആൾക്കാർ, കേക്ക് നിർമ്മാണം നടത്തുന്ന ആൾക്കാർ, പലതരത്തിലുള്ള വാല്യൂ അഡീഷൻ നടത്തുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ ഹോട്ടലുകളായി നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുന്ന സ്ഥലത്ത് ഓയിൽ കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങും. പരിഹരിക്കണമെന്ന് ആർക്കും അറിയില്ല. പലരും അത് കോരി കളയുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോബ്ലത്തിനെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനാണ് ഈ നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമ്മൾ ഇറക്കിയിരിക്കുന്ന സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഈ പറയുന്ന പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ 100% ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഹോട്ടലുകൾക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കാറ്ററിംഗ് സർവീസുകാർ ഉപയോഗിക്കുന്നുണ്ട്, ബോർമ നടത്തുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കേക്ക് നിർമ്മാണം നടത്തുന്ന ആൾക്കാർ വരെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. അവരുടെയൊക്കെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സ്ലഡ്ജിനകത്ത് നിന്നുണ്ടാകുന്ന സ്മെല്ലിനെ പൂർണ്ണമായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ ആ സ്ലഡ്ജിനെ ഡീകമ്പോസ് ചെയ്ത് അവിടെ ഒരു സ്ലഡ്ജ് ഫോർമേഷനെ തടയാനുമായിട്ടൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോട്ടൽ നടത്തുന്നവരാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിനൊരു നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് വളരെ ചെറിയ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മൾ പാത്രം കഴുകുന്ന വാഷ് ബേസിനിലേക്ക് ഒരു സ്പൂൺ ആ 1/4 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുമ്മാ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന് പറയുന്നത്. ഈ കേക്ക് നിർമ്മിക്കുന്നവരുടെ ഒരു പ്രോബ്ലവും അത് നമ്മളിലൂടെ എങ്ങനെ പരിഹരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മളുടെ ആ ഒരു കൾച്ചർ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ്? നല്ല പ്രോഡക്റ്റ് ആണ്. ഉപയോഗിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ ആ സ്മെല്ല് പൂർണ്ണമായിട്ട് നിന്നായിരുന്നു. തെളിഞ്ഞു നന്നായിട്ട്. നേരത്തെ വെച്ചാൽ ഒരു കുറുക്ക് വെള്ളമായിരുന്നു. ഇപ്പൊ നന്നായിട്ട് വെള്ളം, അത് ഇപ്പൊ വെള്ളം ഒട്ടുമില്ല. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു ആ വെള്ളം, പിന്നെ ഒട്ടും സ്മെല്ലില്ല. കറ്റാനം കേക്ക് വേൾഡ് നമ്മളെ സമീപിച്ചത് ഈ സ്ലഡ്ജ് അടിഞ്ഞത് മൂലമുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളുടെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. ഓഗസ്റ്റ് 1-ാം തീയതി നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ഓഗസ്റ്റ് 11-ാം തീയതി നമ്മൾ അവിടെ എന്താണ് വ്യത്യാസമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴുള്ള റിസൾട്ടാണ് നിങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഈ ഹോട്ടല്, റെസ്റ്റോറന്റ്, അതുപോലെ ഫുഡ് ഐറ്റമായിട്ട് ബന്ധപ്പെട്ട് ഈ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. കാരണം ഈ ഓയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലോക്ക് ആവും. അത് ഒരിക്കലും ബ്ലോക്ക് ആവും. പക്ഷെ ആ ബ്ലോക്ക് ആവാതിരിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ അത് അങ്ങനെ ഒരു മാറ്റം ഏതായാലും കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇതിന് എന്തായാലും നല്ല റിസൾട്ടാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല ക്ലിയർ വാട്ടറായി. ഇതിനകത്ത് ഓയിലിന്റെ കണ്ടന്റ് എന്ന് പറയാനായിട്ട് ഒരു സാധനം ഇല്ല അല്ലേ? ഇല്ല. ഉപയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏറ്റവും മികച്ച റിസൾട്ടാണ് നമ്മളുടെ ഈ സ്ലഡ്ജ് ഡൈജസ്റ്റർ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഇതുപോലെ വെള്ളത്തിൽ നിന്നുള്ള, മലിനമായ ജലത്തിൽ നിന്നുള്ള ദുർഗന്ധത്തെ അകറ്റാനും അതിൻ്റെ സ്ലഡ്ജിനെ ഡീകമ്പോസ് ചെയ്യാനും ഈ പ്രോഡക്റ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ്.